കോൺഗ്രസ് മന്ത്രിമാരുടെ കാര്യത്തിൽ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക്. രമേശ് ചെന്നിത്തലയടക്കം 5 മന്ത്രിമാരുടെ പേരുകൾ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. നാളെ 2 മണിക്ക് ഗവർണർക്ക് പട്ടിക കൈമാറുമെന്ന് ദീപാദാസ് മുൻഷി അറിയിച്ചു. മുഖ്യമന്ത്രി വി.ഡി. സതീശനെ കൂടാതെ കോൺഗ്രസിൽ നിന്നും എത്ര പേർ മന്ത്രിമാരാകുമെന്നുള്ളതായിരുന്നു ആദ്യ ചോദ്യം. 10 അതോ 11? അതിൽ തീരുമാനമായിട്ടുണ്ട്. 11 പേർ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചവർ മന്ത്രിമാരാകും. ഇതിൽ 5 പേർ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. രമേശ് ചെന്നിത്തല മന്ത്രിയാകും. ആഭ്യന്തര വകുപ്പാകും രമേശിന് നൽകുക. വിജിലൻസിന്റെ ചുമതലയും രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെ. പിന്നീടുള്ളത് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. റവന്യൂ വകുപ്പിന്റെ ചുമതലയോടെ സണ്ണി ജോസഫ് മന്ത്രിയാകും എന്നുള്ളതാണ് ഉറപ്പിക്കാനാവുന്ന വിവരം. കെ മുരളീധരനാണ് മറ്റൊരാൾ. ആരോഗ്യവകുപ്പിന്റെ ചുമതലയിൽ കെ മുരളീധരൻ മന്ത്രിയാകുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ വിവരം. PC വിഷ്ണുനാഥും M ലിജുവും മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. 5 പേർ മന്ത്രിസ്ഥാനം ഉറപ്പിക്കുമ്പോൾ ഇനി ഒരു 6 പേരെ കൂടി കോൺഗ്രസിന് കണ്ടെത്താനുണ്ട്. ആ പട്ടികയിൽ VT ബൽറാമും ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണയും റോജി M ജോണും ഉൾപ്പെട്ടിട്ടുണ്ട്. 140 സീറ്റ് വിഭജിച്ചില്ലേ, അതുപോലെ ഞാൻ നാളെ പറയാം. അപ്പോഴും നിങ്ങൾ ഒന്ന് ഞെട്ടും, ഒരവസരം ഇല്ലാതെ. പക്ഷെ വേറെ ആരോടും പറയാതെ നിങ്ങളോട് ആദ്യം പറയും. എല്ലാം ശുഭകരം. കോൺഗ്രസിലെയും UDF-ലെയും മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ നല്ല നിലയിൽ പുരോഗമിക്കുന്നു. മുൻ മന്ത്രിയും വണ്ടൂരിൽ നിന്നുള്ള MLA-യുമായ AP അനിൽകുമാർ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. അൻവർ സാദത്ത്, T സിദ്ദിഖ് എന്നിവരിൽ ഒരാൾ മന്ത്രിയാകും. IC ബാലകൃഷ്ണൻ അല്ല എങ്കിൽ SC വിഭാഗത്തിൽ നിന്നും മറ്റൊരാളെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. N ശക്തന്റെ പേരും സജീവ പരിഗണനയിലാണ്. നാളെയോടെ ഇക്കാര്യങ്ങളിലെല്ലാം അന്തിമ തീരുമാനമുണ്ടാകും. ഇപ്പോൾ പറഞ്ഞുപോയ പട്ടികയിൽ ഉൾപ്പെടാതിരുന്ന ഒരു പ്രമുഖൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. തിരുവഞ്ചൂരിന് മന്ത്രിയാകണമെന്നാണ് ആഗ്രഹമെങ്കിലും തിരുവഞ്ചൂർ സഭയെ നിയന്ത്രിക്കാനായി സ്പീക്കറായി എത്തണമെന്നതാണ് പാർട്ടിയിലെ പൊതുവികാരം. അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.